ശരീരം ഒരു ഉപകരണം മാത്രമാണ്. ഈ ലോകത്ത് ജീവിക്കുന്നതിനും ഈ ലോക ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഉപകരണം. ഈ ശരീരം എന്ന ഉപകരണത്തെ നല്ലതാക്കി മാറ്റുന്നത് നമ്മിൽ നിന്ന് പുറപ്പെടുന്ന നല്ല ഫലങ്ങളാണ്, നമ്മിലെ നല്ല സ്വഭാവ ഗുണങ്ങളാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ നല്ലതാക്കി വരുന്നത്. അപ്പോൾ ശരീരമെന്ന ഉപകരണത്തെ നല്ല ഫലങ്ങളുള്ള ഉപകരണങ്ങളാക്കി മാറ്റാനുള്ള കൃപയ്ക്കായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ശരീരത്തിന് ജീവൻ നൽകുന്നത് ആത്മാവാണ്. ആത്മാവില്ലെങ്കിൽ ശരീരം മൃതമാണ്. നാം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ ജീവിതങ്ങൾ നല്ല ജീവിതങ്ങളാക്കി, അതായത് ഒത്തിരി സന്തോഷവും സമാധാനവും ഒത്തിരി നന്മകളൊക്കെയുള്ള ജീവിതങ്ങളാക്കി മാറ്റാൻ ഇഷ്ടപ്പെടുന്നവരാണ് നാം. അങ്ങനെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിന് നിത്യജീവൻ ലഭിക്കണം. കാരണം നമ്മുടെ ശരീരവും ഈ ലോക ജീവിതവും ഈ ലോക ജീവിതം തരുന്ന എല്ലാ സുഖസന്തോഷങ്ങളും നശ്വരമാണ്. എപ്പോൾ വേണേലും നഷ്ടപ്പെട്ടു പോയേക്കാം, ഇല്ലാതായേക്കാം. ആത്മാവിന് നിത്യജീവനും നിത്യമായ സന്തോഷവും സമാധാനവും കിട്ടാനുള്ള മാർഗമാണ് ദൈവത്തിൻ്റെ ഹിതവും കൽപ്പനകളും. മനുഷ്യനുള്ള അനന്ത സ്നേഹത്തെ പ്രതി ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്, വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈശോയെ നമ്മുടെ പാപപരിഹാര ബലിയായി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതവും കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കണം. അതുപോലെ കൂദാശകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതുപോലെ അതിനൊക്കെയായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്കും കാരുണ്യത്തിനുമൊക്കെ ആയിട്ട് ദൈവത്തോട് നാം അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറും. വളരെ ശ്രേഷ്ഠമായ ഒരു ഉപകരണമായി നമ്മുടെ ശരീരം മാറും. അപ്പോൾ നമ്മുടെ ശരീരം വളരെ വിശുദ്ധമായും പവിത്രമായും നല്ലതായും സൂക്ഷിക്കാൻ നാം പരിശ്രമിക്കണം. അതിനുള്ള കൃപയ്ക്കായും നാം ദൈവത്തോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യണം. ശരീരം എന്ന ഉപകരണം നല്ല ഫലങ്ങളുള്ളതും പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ ആലയമായി വളരെ വിശുദ്ധമുള്ളതും രൂപാന്തരം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഉപകരണങ്ങളായി നമ്മുടെ ശരീരം മാറുന്നുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.